മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മതം ഏതുമായി കൊള്ളട്ടെ, മതവിശ്വാസത്തിൽ നിന്നുകൊണ്ടു തന്നെ നമ്മുടെ നാടിന്റെ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്ന, നമ്മുടെ നാടിന്റെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ഓണാശംസകൾ നേരുന്നു. ഇന്ന് ഓണമൊക്കെ അല്ലേ, നമുക്ക് ഈ ഓണക്കാലത്ത് ശൂന്യാകാശത്തേക്ക് മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ട പെൺകുട്ടികൾ തന്നെ, യുവതികൾ തന്നെ ശൂന്യാകാശത്തേക്ക് പറഞ്ഞയച്ച ആശിക്ക് ധാരിമിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ആശിക്ക് ധാരിമി കഴിഞ്ഞ 2.5 വർഷം മുമ്പേ ഉള്ളതായിരുന്നു ഞാൻ ഓണം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞത്. അത് ചില ഇൻഫ്ലുവൻസേഴ്സ് എടുത്തിട്ട് അത് മാത്രം എടുക്കുകയാണ് എന്നൊക്കെയാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ഇന്ന് എന്താണ് ന്യായീകരിക്കുന്നത്? ഇനി അതുമല്ല, ഈ ആശിക്ക് ധാരിമി ഉണ്ടല്ലോ, ശൂന്യാകാശവും കടന്ന് പോവണ്ട എന്ന് കരുതിയിട്ട് ന്യൂസ് 18 ചാനലിലെ മാധ്യമ പ്രവർത്തകൻ അങ്ങ് ആട്ടി വിടുകയും ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. ഏതായാലും ആദ്യത്തെ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഏകദേശം ഒരു 2.5 കൊല്ലം മുമ്പ് ഞാൻ പ്രസംഗിച്ചൊരു പ്രഭാഷണമാണ്. ഞാൻ പാലമല, തൊടുപുഴ പാലമല ജുമാ മസ്ജിദിന്റെ ചീഫ് ഇമാമ. അപ്പൊ ഞാൻ ഏകദേശം ഒരു 2.5 കൊല്ലം മുമ്പ് പ്രസംഗിച്ചൊരു പ്രഭാഷണമാണ്. അപ്പൊ ഇതില് ഞാൻ വ്യക്തമായിട്ട് ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഞാനിത് പറയുന്നത് ഇസ്ലാം മതവിശ്വാസികളോടാണ്. ഞാൻ വേറെ ആരോടുമല്ല പറയുന്നത്, ഞാൻ ആദ്യം തന്നെ പറയുന്നുണ്ട്. പിന്നെ ഈ പ്രസംഗം പറഞ്ഞതെന്ന് പറഞ്ഞാല്, ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വേറെ ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഹൈന്ദവ സഹോദരങ്ങൾക്കെതിരല്ല. കാരണം അവരോട് സ്നേഹത്തിൽ പെരുമാറണം എന്ന് പറയുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ന് പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ 12 ദിവസമാണ്, നബിദിനമാണ്. അപ്പൊ ഇന്നത്തെ ദിവസം തന്നെ ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, നമ്മളോട് പരിശുദ്ധമായ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അതിന് ഹൈന്ദവരാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും ഇപ്പോഴും താങ്കൾ ഉറച്ചു നിൽക്കുന്ന വാദം ഈ മുസ്ലിം മതവിശ്വാസികൾ ഓണം ആഘോഷിക്കേണ്ട എന്നുള്ളതാണോ? നിങ്ങൾ കേട്ടില്ലേ ആ ചോദ്യത്തിനുള്ള ഉത്തരം? ഈ ആശിക് ധാരിമി പറയുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ അത് മുന്നോട്ട് വെക്കാം. അതിനു മുമ്പ് ഈ നബിദിനൊക്കെയായി ബന്ധപ്പെട്ടൊക്കെ എടുത്തു പറയുന്നുണ്ട്. എന്തിനാണ് ഈ വിഷയമൊക്കെ എടുത്തു പറയുന്നത്? ഓണവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ആ നബിദിനമൊക്കെ അതിന്റെ ഭംഗിയോടുകൂടി തന്നെ, അതിന്റെ പുണ്യമായ രീതിയിൽ തന്നെ നടന്ന് മുന്നോട്ട് പോവട്ടെ. അതിലേക്ക് എന്തിനാണ് ഈ ഓണ വിഷയമൊക്കെ എടുത്ത് ചാടിച്ച് വിടുന്നത്? എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല, നിങ്ങൾ കേട്ടില്ലേ, ഞാൻ മുസ്ലിം മതവിശ്വാസികളോടായിരുന്നു 2.5 വർഷം മുമ്പേ പറഞ്ഞത്. അല്ല, എന്റെ ലളിതമായ ചോദ്യം, ഇവിടെ ഹിന്ദു മതപണ്ഡിതന്മാർ രംഗത്തെത്തിയിട്ട് ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കേണ്ട കേട്ടോ, ഇവിടെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കേണ്ട കേട്ടോ, ഇവിടെ നബിദിനവും പങ്കുചേരുകയേ വേണ്ട കേട്ടോ, നിങ്ങൾ വലിയ പെരുന്നാളിലേക്ക് നിങ്ങൾ അതും ആഘോഷിക്കേണ്ട കേട്ടോ. ഇങ്ങനെ ബലിപെരുന്നാൾ വേണ്ട, ചെറിയ പെരുന്നാൾ വേണ്ട, ക്രിസ്മസ് വേണ്ട, നബിദിനത്തിലേക്ക് നോക്കുക പോലും വേണ്ട എന്ന് ഹിന്ദു സന്യാസിമാര് രംഗത്തെത്തിയിട്ട് അത് ഞങ്ങൾ ഹിന്ദു മതവിശ്വാസികളോട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഈ ആശിക്ക് ധാരിമിയൊക്കെ എന്താ പറയാ? ലളിതമായ എന്റെ ചോദ്യം. ഹിന്ദു സന്യാസിമാർ ഇക്കാലം അത്രയും അതൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം. അവർ ഈ രാജ്യത്തേക്ക് ഏത് മതത്തിൽപ്പെട്ട ആളുകളെയും ഈ പുണ്യഭൂമിയിലേക്ക് സ്വീകരിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളതാ അവരുടെ പാരമ്പര്യമൊക്കെ തന്നെ ഉയർത്തിപ്പിടിക്കുന്നത്. ഇനി ഇവിടെയുള്ള ക്രിസ്ത്യൻ മതത്തിലുള്ള അച്ഛന്മാർ രംഗത്തെത്തിയിട്ട് പറയാം, നിങ്ങൾ ഓണം ആഘോഷിക്കേണ്ട കേട്ടോ, നിങ്ങൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കേണ്ട കേട്ടോ, നിങ്ങൾ ബലിപെരുന്നാൾ നോക്കണ്ട കേട്ടോ, നിങ്ങൾ നബിദിനത്തിന്റെ അടുത്ത് പോലും പോകണ്ട കേട്ടോ. അപ്പോ ഇത് ക്രിസ്ത്യൻ ഇതുമായി ബന്ധപ്പെട്ട് പള്ളിയിലച്ഛന്മാർ പറയാ, ഇത് ഞങ്ങളുടെ മതവിശ്വാസികളോടാ പറഞ്ഞത്, ഇത് ഞങ്ങൾ മറ്റാരോടും പറഞ്ഞതല്ല എന്ന് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പറഞ്ഞാൽ ഇതേ ആളുകൾ അതിന് വർഗീയത എന്ന് പറയും. ആ രീതിയിലൊന്ന് സകല സുഡാപ്പികളും ജിഹാദികളും ലേശെന്തെങ്കിലും തലയിലുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതല്ല ഇപ്പോ ഈ ആശിക്ക് ധാരിമിയൊക്കെ വിളിച്ചു പറയുന്നത്. അതായത് ഞങ്ങൾ മതവിശ്വാസി സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രസംഗിച്ച്, അല്ലെങ്കിലും ഇനി അത് ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും, സോഷ്യൽ മീഡിയ എന്നല്ല, ഏത് സ്ഥലത്തിൽ നിന്നാണെങ്കിലും വിവേകമുള്ള ഒരു മതപണ്ഡിതൻ, അതേതൊരു മതമായിക്കൊള്ളട്ടെ, മറ്റു മതങ്ങളുടെ ആഘോഷത്തിൽ പങ്കെടുക്കരുത് എന്ന് പറയുന്നത് അതിലെന്ത് നീതിയാണുള്ളത്? അതൊരു നെറികേടല്ലേ? എന്നിട്ട് അതിനെ വീണ്ടും ന്യായീകരിക്കുന്നത് നിങ്ങളൊന്ന് വിട്ടു.
അല്ല ഞാൻ പറയട്ടെ ഞാനതിൽ വ്യക്തമായി അങ്ങനെയാണോ? എനിക്ക് സംശയം കൂടി ചോദിച്ചാണ്. 2.5 വർഷം മുമ്പുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ പറയണെന്ന് പറഞ്ഞാല് നിങ്ങൾ ഓണത്തിന്റെ പേരിൽ പോയി അയൽവക്കത്ത് പോയി സദ്യ കഴിക്കുന്നതിനോ അവരുമായി കൂട്ടിരിക്കുന്നതിനോ ഒന്നും പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരിക്കലും എതിരല്ല. നിങ്ങൾ അവിടെ പോയി ഭക്ഷണം കഴിക്കണം. ഇപ്പൊ എന്റെ വീട് ആലപ്പുഴ ജില്ലയിൽ പുന്നപ്ര എന്ന സ്വദേശമാണ്. എന്റെ വീടിന് ചുറ്റുഭാഗം മുഴുവൻ ഹൈന്ദവ സഹോദരങ്ങളാണ്. അവിടെ ഓണം വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഭക്ഷണം തരാറുണ്ട്. പെരുന്നാൾ വരുമ്പോൾ ഞങ്ങൾ അവിടെ പോയി ഭക്ഷണം കൊടുക്കാറുണ്ട്. പ്രശ്നം എന്താണ്? ഇതിൽ ഞാൻ ആകെ പറഞ്ഞു പറഞ്ഞാല് അതിൽ വ്യക്തമായിട്ട് അതിൽ ആ ഒരു 3-4 സെക്കൻഡാണ് ആദ്യം ഈ ബ്ലോഗർമാര് വളച്ചടിച്ചിട്ടുള്ളത്. ഞാൻ അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ ഡാൻസ് കളിക്കാൻ പോവാ, തല മറച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വസ്ത്രത്തിൽ പോയി ഡാൻസ് കളിക്കാൻ പോവാ, അതൊരിക്കലും ഇസ്ലാമിൽ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോഴും ഞാൻ പറയുന്നുണ്ട് അത് മുസ്ലിം വിശ്വാസികളോട് കേരളമെമ്പാടും താങ്കളുടെ ആഹ്വാനം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. തള്ളുന്നവർക്ക് തള്ളാം, പക്ഷെ ഇസ്ലാമിന്റെ ആദർശമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞെന്താ പറഞ്ഞത്, നിങ്ങൾക്ക് സദ്യ കഴിക്കാം. കാലഹരണപ്പെട്ട ആദർശങ്ങളാണ് സാർ, അതൊക്കെ മാറ്റി ചിന്തിക്കണം. ജെൻസി തലമുറയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. താങ്കളൊക്കെ ഔട്ട്ഡേറ്റ് ആയപ്പോ വളരെ പെട്ടെന്ന് താങ്കളെയൊന്നും ആരും അംഗീകരിക്കാത്ത തരത്തിലേക്ക് താങ്കളൊക്കെ പിന്തള്ളപ്പെട്ടു പോകും. സമൂഹത്തിൽ നിന്നൊക്കെ നിങ്ങളെയൊക്കെ നിഷ്കാസിതരാക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ മാറി ചിന്തിക്കേ. ശരി നന്ദി താങ്കളുടെ പ്രതിനിധി, നന്ദി, വളരെ ഉപകാരം. ശരി നന്ദി മതി പോടാവിടുന്ന് എന്ന് പറഞ്ഞതിന് തുല്യമാണ് റിപ്പോർട്ടർ പറയുന്നത്. ഓരോ വിവേകമുള്ള മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. മത ഡ്രസ് ഇട്ടിട്ട് പോവരുത് എന്ന്, ഈ മത ഡ്രസ് എന്നൊക്കെ പറയുന്നതിൽ പോലും ഒരുപാട് ചിന്തിക്കേണ്ടതില്ലേ? ഒരു 10-35 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ ഹിജാബൊക്കെ വട്ടം ചുറ്റി നടന്നിട്ടുണ്ടോ? എന്റെ ലളിതമായ ചോദ്യം. ഇതൊക്കെ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മാത്രം മതി. ഈ വട്ടം ചുറ്റിയിട്ടുള്ള ഈ ടൈപ്പ് ഹിജാബൊക്കെ വന്നിട്ട് നമ്മുടെ കേരളത്തിൽ എത്ര കാലമായി? ഇതൊക്കെ ഒരുപാട് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇനി ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് ചോയ്സ് അല്ലേ? ഈ ചോയ്സ് ഉള്ള ഡ്രസ്സ് ഇട്ടിട്ട് ആളുകൾ ഡാൻസ് കളിക്കാതിരിക്കുകയോ ചെയ്യുന്നതിൽ ഇവർക്ക് എന്താ പ്രശ്നം? എന്റെ ലളിതമായ ചോദ്യം. ഏതായാലും ഈ മാധ്യമ പ്രവർത്തകര്, ആ റിപ്പോർട്ട് അവതാരകര് ഈ ശൂന്യാകാശം കഴിഞ്ഞ ആഷിക്ക് എങ്ങോട്ടോ പറക്കണ്ട എന്ന് കരുതിയിട്ടാ മതി എന്ന് പറഞ്ഞ് ആട്ടിവിട്ടത്. സകല ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒന്ന് ഡാൻസ് കളിക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോഴേക്ക് വിശ്വാസം തകരുമെന്നൊക്കെ പറയുന്ന ആളുകളുടെ വിശ്വാസം എന്ത് വിശ്വാസ? ഒരാഘോഷത്തിൽ പങ്കെടുക്കുമ്പോഴേക്ക് വിശ്വാസം തകരി, ഇതൊക്കെ എന്ത് ചിന്തയാ? ഇവിടെ നാടിന്റെ ഐക്യം, പൊതുസമൂഹത്തിന്റെ ഐക്യം, എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നവരല്ലേ യഥാർത്ഥത്തിൽ വിശ്വാസികൾ. അത് ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും. എന്റെ ലളിതമായ ചോദ്യം. എന്നിട്ട് ഇന്നതിട്ട്, അതായത് 2.5 കൊല്ലം മുമ്പ് പറഞ്ഞത് ഓണം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞത് ഇന്നും അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതൊക്കെ എന്റെ മതവുമായി ബന്ധപ്പെട്ടാ പറയുന്നത് എന്ന്. എന്റെ മതത്തിലുള്ള ആളുകളാ ഇത്തരം ആളുകളെ ഇപ്പൊ ആട്ടി ഓടിക്കുന്നത്. ഞാനൊരു കാര്യം എടുത്തു പറയാം. ഈ ഓണവും ഇവിടെയുള്ള ആഘോഷങ്ങളൊക്കെ എല്ലാ കാലത്തും കേരളത്തിലുണ്ട്. എന്നാൽ എല്ലാ കാലത്തും ഇല്ലാത്ത അവതാരങ്ങളാണ് ഈ ആഷിക്കിനെ പോലെയുള്ള ആളുകൾ. ഏതെങ്കിലും കാലത്ത് ഇതുപോലെയൊക്കെ രംഗത്തെത്തിയിട്ട് തുടർച്ചയായിട്ട് ആഹ്വാനങ്ങൾ, അത് ചില സ്ത്രീകൾ, ചില ഇത്തരം ആളുകളൊക്കെ രംഗത്തെത്തി ഇതൊക്കെ ആഘോഷിച്ചാൽ വിശ്വാസം തകരുമെന്നാണെങ്കിൽ ആ വിശ്വാസത്തിനൊക്കെ എന്തു ഉറപ്പാ ഉള്ളത്? എന്റെ ലളിതമായ ചോദ്യം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവരോടും സ്നേഹത്തിൽ, ഐക്യത്തിൽ പൊതുസമൂഹം ഒരുമിച്ച് മുന്നോട്ട് പോവാൻ പ്രയത്നിക്കുന്നത് ആരോ അവരൊക്കെല്ലേ ഏത് മതത്തിലുള്ളവരാണെങ്കിലും യഥാർത്ഥ വിശ്വാസികൾ എന്നൊക്കെ പറയുന്നത്. നമ്മളൊക്കെ നാടിന്റെ ഐക്യമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഇത്തരം ആളുകൾ എന്റെ മതത്തിലുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ടത് നീതികേടല്ല, അനീതിയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ഇവരെ പോലെ ഇവിടെ മറ്റു മതത്തിലുള്ള ആളുകൾ രംഗത്തെത്തിയിട്ട് ഇതൊന്നും വേണ്ട, ഇതൊക്കെ ഞങ്ങളെ മതത്തോട് പറയാ എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിന് ഏതെങ്കിലും കാലത്ത് പിന്നെ ഐക്യം ഉണ്ടാവുമോ? ഇത്തരം ആളുകൾ മതപണ്ഡിത സ്ഥാനത്തൊന്നും തുടരാൻ ഒരു അർഹതയില്ല. മതവിശ്വാസികൾ, ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ ഇത്തരം ആളുകളെ പുച്ഛിച്ചു തള്ളുകയും അതിവിടെയുള്ള ബഹുഭൂരിപക്ഷം പുതുതലമുറയിലെ മുസ്ലിം വിശ്വാസികളായിട്ടുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ ഇത്തരം ആളുകളെ കേരളത്തിൽ തള്ളിക്കളഞ്ഞു എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.